ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നാളെ നടക്കുന്ന ഓണം എക്സാം സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഒരു മാപ്പ് ക്വസ്റ്റ്യൻ. ഇതുവരെ 8ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടില്ല. ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പ് അടയാളപ്പെടുത്താനുണ്ടാവും. ഒരു 3-4 സ്ഥലങ്ങൾ ചോദിച്ചിട്ട് അത് അടയാളപ്പെടുത്താനുണ്ടാവും. മക്കളെ നിർബന്ധമായിട്ട് പഠിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു മാപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ഒരു പിക്ചർ. ആ പിക്ചറാണ് ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തന്നിട്ടുള്ളത്. ഇതിൽ നമ്മുടെ SCERTയുടെ സിലബസ് വെച്ചുകൊണ്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതിൽ ചോദിച്ചത് ബറൂച്ചാണ്. അപ്പോൾ അടയാളപ്പെടുത്താൻ നോക്കണം മക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൃത്യമായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ കട്ട് അല്ലെങ്കിൽ ക്ലിയർ കുറവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. അത് ടെക്സ്റ്റിൽ നോക്കി പഠിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഇന്ത്യൻ്റെ മാപ്പ്. എന്നിട്ട് ബറൂച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോണ്ടിച്ചേരി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി. ഇത് 3ആയിരുന്നു. SCERTയുടെ മോഡൽ ചോദിച്ചില്ല എന്ന് വിചാരിച്ചാൽ അത് മാത്രമായിരിക്കില്ല മക്കളെ. നാഗപട്ടണം പഠിക്കണം, കാരക്കൽ പഠിക്കണം, യാനം പഠിക്കണം, ചിൻസുര പഠിക്കണം, ദ്വീപ് പഠിക്കണം, ദാമം പഠിക്കണം, ഗോവ പഠിക്കണം. ഇതൊക്കെ പോർച്ചുഗീസുകാരും ഫ്രാൻസുകാരും കീഴടക്കിയ ഓരോ സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. ഈ ഡച്ചുകാരുടെ കീഴിലും ഫ്രാൻസുകാരുടെ കയ്യിലൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെന്തായാലും മക്കൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണും. മാപ്പ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അടയാളപ്പെടുത്താനുണ്ടാവും. 1, 2, 3 മാർക്കിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം വിട്ടുപോരുത്. ഇതെന്തായാലും പഠിച്ചു പോകണം. ഇത് നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് മറിച്ച് നോക്കണം. ഒന്ന് മറിച്ച് നോക്കിയിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് വരാന്തയിൽ നിന്നുള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്.